പക്ഷേ മൃദുല ജേതാവായിട്ടുള്ള ഒരു സംഗീതമുണ്ട്, അതും സാക്ഷാൽ ദാസേട്ടന്റെ പേരിലുള്ള ഒരു ഷോ. നോക്കാം നമുക്ക്. ഒരു വ്യാഴവട്ടക്കാലം മുമ്പുള്ളതാണ്, 12 വർഷം മുമ്പുള്ള. വലിയ മാറ്റമൊന്നും വിഷയം ബദലിക്ക് സംഭവിച്ചിട്ടില്ല. ഓൾമോസ്റ്റ് സെയിം ആണ്. എനിക്ക് ഇതിനേക്കാളും കുറച്ചുകൂടെ തടി ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ജോബാണാകെ മാറിപ്പോയത്. ജോബിന്റെ ആ രൂപവും ഇപ്പോഴത്തെ രൂപം തമ്മില് ചാട്ടമൊക്കെ കുറച്ചോ ജോബ? ഇപ്പൊ അയ്യോ, അത് കടുപ്പായി പോയി അല്ല. ഇപ്പൊ ഇച്ചിരി കൂടെ ഉറപ്പായിട്ടും അതിൻ്റെതായ ഒരു പ്രായത്തിന്റെ ഒരു വ്യത്യാസം എന്തായാലും. കല്യാണം കഴിച്ചപ്പോ നമ്മൾ ഇരുന്ന് പോയല്ലേ? ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാളാണ് എന്റെ വൈഫ് ആതിരാണ്. അത് എനിക്കറിയാം, ആ കഥയൊക്കെ എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. അതിനിടയിൽ ഒരാൾ വരട്ടെ. ജോബിനെ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു. പിന്നെ നല്ലൊരു സഹോദരനാണ്, എപ്പോഴും സ്നേഹം അല്ലെങ്കിൽ നല്ലൊരു സ്നേഹം നിനക്കുണ്ട്, അത് വലിയൊരു ക്വാളിറ്റിയാണ് ജോബ്. പിന്നെ നീ എപ്പോഴും ഡ്രോപ്പ് ആവും, നീ എപ്പോഴും വീക്കാവും സ്റ്റേജിൽ. ഞാൻ പിന്നെ നിന്നെ ചീത്തയൊക്കെ പറഞ്ഞ് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എപ്പോഴും ഐ ലവ് ടു പെർഫോം വിത്ത് യു ഓൺ സ്റ്റേജ്. സ്റ്റീഫൻ, ഒരു പക്ഷേ നമുക്ക് രണ്ടുപേർക്കും പ്രിയങ്കരനായ ഒരു എനർജി, ഒരു സ്റ്റോർ ഹൗസ് അല്ലേ? അല്ല, അതൊരു പുള്ളി വേറെ ഒരു കണക്ഷനാണ് പുള്ളിക്ക് സ്റ്റേജും. ലിറ്ററലി ഐ തിങ്ക് ഇറ്റ്സ് ഫ്രം അബവ്. മോളിൽ നിന്നൊരു കണക്ഷൻ ഉണ്ട്. നമുക്കത് പുള്ളി മാക്സിമം എനർജി എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര കംഫർട്ടബിൾ ആണ് സ്റ്റീഫൻ ചേട്ടന്റെ കൂടെ. ഞാൻ ഈ ടെൻഷനൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കയറും. ഭയങ്കര ടെൻഷൻ്റെ ആളാണ് സ്റ്റേജ്. അപ്പൊ പുള്ളിയുടെ ഒരു പ്രസൻസ് ആണ് ലിറ്ററലി നീ പൊളിക്കെന്ന് പറഞ്ഞിട്ട് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഒരു പക്ഷേ ഈ ഷോയിൽ നിന്നൊക്കെ കിട്ടി അല്ലേ?